എല്ലാവർക്കും നമസ്കാരം. അസർബൈജാൻ യാത്രാവിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് ടുഫാൻഡാങ് മൗണ്ടനിലേക്ക് കേബിൾ കാർ വഴി വരുന്നതായിരുന്നു. ഇന്ന് ഈ വീഡിയോയിലൂടെ കാണുന്നത് ടുഫാൻഡാങ് മൗണ്ടൻ്റെ മുകൾ ഭാഗത്തെ കാഴ്ചകളാണ്. ഇവിടെ മുകളിൽ ചെറിയൊരു ഭാഗം മാത്രമാണ് സന്ദർശകർക്ക് അലൗഡ് ഉള്ളൂ. ബാക്കിയെല്ലാം ഫെൻസിങ് വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. ഐസൊക്കെ കുറവാണ്, സ്നോഫാളൊന്നും ഇല്ല. കാരണം വെച്ചാൽ ക്ലൈമറ്റൊക്കെ മാറിയല്ലോ. നമ്മൾ ഈ മാസമല്ലേ പോയത്, അപ്പം വിൻ്റർ ഏകദേശം തീർന്നു. അപ്പോൾ ഐസൊക്കെ കുറവാണ്. എന്നാലും കുറച്ച് ഭാഗത്ത് ഉണ്ടായിരുന്നു. കേബിൾ കാറൊക്കെ റെസ്റ്റ് ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുക. ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. ഇന്ത്യൻസാണ് കൂടുതലും. നമ്മൾ 20 പേരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ചിലർ ആദ്യമായിട്ട് ഐസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണ്. ഞാനും ആ കൂട്ടത്തിൽ പെടും. എല്ലാവരും കുറേ റീൽസൊക്കെ എടുത്തു. ഐസൊക്കെ വലിച്ചെറിഞ്ഞ് നമ്മുടെ നീന ചേച്ചി ഉത്തമൻ ചേട്ടനായത്. നമ്മുടെ സ്വന്തം നീന ചേച്ചി ഉത്തമൻ ചേട്ടൻ. ഇവരൊക്കെയാണ് കൂടുതൽ എൻജോയ് ചെയ്തത്. ഇത് ഗോപൻ സാറും അനു മേഡവും. ഇതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. നല്ല ഷോർട്സും റീൽസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ലൊക്കേഷനാണ്. കൂടാതെ നല്ല ഫോട്ടോഗ്രാഫേഴ്സിനും നല്ല ഒരു ലൊക്കേഷൻ കൂടിയാണ്. നല്ല ഫ്രെയിമാണ്. എവിടെ വെച്ചാലും നല്ല ഫ്രെയിം. ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പോസ്റ്റ് ചെയ്യാം. ഇതൊക്കെ കണ്ട നമ്മുടെ നീന ചേച്ചി, ഉത്തമൻ ചേട്ടി, ഇവരൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ റീൽസൊക്കെ എടുത്തുകൊണ്ടേയിരിക്കുക. അവരൊക്കെയാണ് കൂടുതൽ എൻജോയ് ചെയ്ത ആൾക്കാർ. അടിപൊളി സ്ഥലമല്ലേ, നല്ല വ്യൂ അല്ലേ കാണാൻ. ഇപ്പോഴാകുമ്പോൾ ഇത്ര ഐസ് ഉണ്ടാകത്തുള്ളൂ. ഞാൻ അതുകൊണ്ടാണ് ഇപ്പം ഈ സമയം പ്രിഫർ ചെയ്തത്. കാരണം വെച്ച് കഴിഞ്ഞാൽ വിൻ്ററിൽ, എക്സ്ട്രീം വിൻ്ററിൽ കംപ്ലീറ്റ് ഐസായിരിക്കുമല്ലോ. നമുക്ക് അധികം നമ്മൾ വിചാരിക്കും ഭയങ്കര രസമായിരിക്കുന്നത്, പക്ഷെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. അതുകൊണ്ട് ഈ ടൈമൊന്ന് പ്രിഫർ ചെയ്തത്. പിന്നെ ഈദിൻ്റെ ലീവും കൂടി കിട്ടിയപ്പോൾ അങ്ങ് പോയി.
ഇവിടെ ഒരുപാട് സ്നോ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ അത് കളിക്കുകയൊക്കെ ചെയ്തിരുന്നു. മൗണ്ടൻ സ്വിങ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ ഇങ്ങോട്ടേക്ക് വരുന്ന ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ 50% ഓഫൊക്കെ ഉണ്ടായിരുന്നു അതിൽ. അത് കാര്യമായിട്ട് ഒരു വലിയൊരു മൗണ്ടൻ സ്വിങ് ഒന്നല്ല, ചെറിയതാണ്. കൂടാതെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, അതിൽ കയറി നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റി. ചെറിയതാണ്. എല്ലാവരും അവിടെ വെച്ച് ഫോട്ടോ ഒക്കെ എടുത്തു, മാക്സിമം എൻജോയ് ചെയ്തു. ഇതാണ് ആ മൗണ്ടൻ സ്വിങ്. ചെറിയതാണ്, ലോങ്ങിലൊന്നും പോകുന്നില്ല അത്. നമ്മൾ ഏകദേശം 3 മണിക്കൂറോളം മുകളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകാൻ എല്ലാവരും റെഡിയായി. ഗ്രൂപ്പിലെല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഈ ടുഫാൻഡാങ് മൗണ്ടൻ. എല്ലാവരും ഒത്തിരി സമയം എല്ലാവരും എൻജോയ് ചെയ്തു. വളരെ മനോഹരമായ ഒരു സ്ഥലം. അതായത് ചുറ്റും മലകളിങ്ങനെ, ഐസ് മലകളിങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണല്ലോ. ഒരു പ്രത്യേക ഫീലായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി തിരിച്ച് റോപ്പ് വേയിൽ കയറി പോവുകയാണ്. ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ ഓരോ സീസണിലും ഓരോരോ കാഴ്ചകളായിരിക്കും. ഇപ്പോഴിങ്ങനെ ഡ്രൈ ആയി കിടക്കുന്നു. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് മുഴുവൻ പൂക്കളായിരിക്കും. സ്പ്രിങ് തുടങ്ങും, സ്പ്രിങ് സീസൺ. ഇപ്പോൾ വിൻ്ററിൻ്റെ എൻഡാണ്. പിന്നെ അത് പച്ചപ്പിലേക്ക് മാറും. ഓരോ തവണ വരുമ്പോഴും ഓരോ കാഴ്ചകളായിരിക്കുമല്ലോ. പിന്നെ എക്സ്ട്രീം വിൻ്ററിൽ പോകുമ്പോൾ ഫുള്ള് ഐസായിരിക്കും. ഇവിടുന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ വീണ്ടും വരണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് താഴോട്ടേക്ക് വന്നത്. ഇനിയും വരും, കൂടുതൽ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കും. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് അവരുടെ മുഖത്ത് കാണാനുണ്ട്. നീന ചേച്ചി, ഗോപൻ സാറ്, അനു മാഡം, ഉത്തമൻ ചേട്ടൻ, താജ സാർ, ഇവരൊക്കെ ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. താഴെ എത്തുമ്പോഴേക്കും നമ്മുടെ ഗൈഡ് മസാല അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. താഴെ നിന്ന് മുകളിലേക്കുള്ള കാഴ്ചയാണ്. ജസ്റ്റ് ഇമാജിൻ, ഇത് ഫുൾ ഐസായി കിടക്കുമ്പോൾ എക്സ്ട്രീം വിൻ്ററിൽ എങ്ങനെ ഇരിക്കും. നല്ല ഭംഗിയായിരിക്കും അല്ലേ. വേറൊരു വ്യൂ ആയിരിക്കും. എന്തായാലും ഒന്നുകൂടി വരണം. അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി. ഇവിടെ ഈ റിസോർട്ടിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അടുത്തൊരു ലേക്ക് ഉണ്ട്. നല്ലൊരു ഭംഗിയാണ് കാണാൻ ലേക്ക്. അതിൻ്റെ കാഴ്ചകളും കൂടി നമുക്ക് കാണാം. ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അസർബൈജാൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.